നമസ്കാരം. ഇന്നത്തെ 10 പ്രധാന വാർത്തകൾ. ഇടതുമുന്നണിയിലെ കക്ഷികളുടെ സമ്മർദ്ദം തള്ളിയും ADGP MR അജിത് കുമാറിന് മുഖ്യമന്ത്രി സംരക്ഷണം തുടരുന്നതിൽ ഘടക കക്ഷികൾക്ക് കടുത്ത അതൃപ്തി. RSS നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയ അജിത് കുമാറിനെ മാറ്റാതിരിക്കുന്നതിൽ വലിയ ധാർമ്മിക പ്രശ്നം ഉണ്ടെന്നാണ് CPI അടക്കമുള്ള പാർട്ടികളുടെ നിലപാട്. ADGP MR അജിത് കുമാറിനെതിരെ വിജിലൻസ് അന്വേഷണത്തിന് ശുപാർശ ചെയ്ത് DGP ഷേഖ് ദർവേസ് സാഹിബ്, PV എന്നിവർ ഉന്നയിച്ച അനധികൃത സ്വത്ത് സമ്പാദനമടക്കം ആരോപണത്തിലാണ് നടപടി. ബന്ധുക്കളുടെ പേരിൽ അനധികൃത സ്വത്ത് സമ്പാദനം, കവടിയാറിലെ ആഡംബര വീട് നിർമ്മാണം തുടങ്ങി അൻവർ മൊഴി നൽകിയ 5 കാര്യങ്ങളിലാണ് അന്വേഷണത്തിന് ശുപാർശ ചെയ്തിരിക്കുന്നത്. DGP സർക്കാരിന് നൽകിയിരിക്കുന്ന ശുപാർശ വിജിലൻസിന് കൈമാറി. ADGPക്കെതിരെ ഉയർന്നു വന്ന എല്ലാ ആരോപണവും അന്വേഷിക്കുമെന്ന CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ആരെയും സംരക്ഷിക്കില്ല, അന്വേഷണ റിപ്പോർട്ട് വന്നതിന് ശേഷം തീരുമാനമെടുക്കുമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. ആഭ്യന്തര വകുപ്പ് ഭരണകൂടത്തിന്റെ ഭാഗമാണ്, ഇടതു മുന്നണിയുടെ അല്ല. മാധ്യമങ്ങൾ കള്ളവാർത്ത പ്രചരിപ്പിക്കുകയാണെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. കേരളത്തിൽ കുട്ടികളെ ലൈംഗികാതിക്രമത്തിനിരയാക്കുന്ന കേസുകളിൽ 10 വർഷത്തിനിടെ 4 മടങ്ങിലേറെ വർധനവ്. സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷന്റെ 2023-24 വാർഷിക റിപ്പോർട്ട് അനുസരിച്ചാണ് ഇത്. 2013 1002 കേസുകളാണ് രജിസ്റ്റർ ചെയ്തതെങ്കിൽ 2023 ആയപ്പോൾ അത് 4663 അതിക്രമം കൂടുതലും നടക്കുന്നത് വീടുകളിൽ തന്നെയാണെന്ന്. മോട്ടോർ വാഹനങ്ങളിൽ അംഗീകൃത വ്യവസ്ഥകൾക്കനുസരിച്ച് കൂളിംഗ് ഫിലിം പതിപ്പിക്കാമെന്ന ഹൈക്കോടതി. അങ്ങനെ ചട്ടം പാലിച്ച് കൂളിംഗ് ഫിലിം പതിപ്പിച്ചതിന്റെ പേരിൽ വാഹനങ്ങൾക്ക് പിഴ ഈടാക്കാനാകില്ലെന്നും ജസ്റ്റിസ് N നാഗരേഷ് വ്യക്തമാക്കി. ലോകത്തെ എല്ലാ ഉപകരണങ്ങളിലും ഇന്ത്യൻ നിർമ്മിത ചിപ്പുകൾ ഉണ്ടായിരിക്കണമെന്നതാണ് സ്വപ്നമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഗ്രേറ്റർ നോയിഡയിലെ ഇന്ത്യ എക്സ്പോ മാർട്ടിൽ സെമികോൺ ഇന്ത്യ 2024 ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയെ അർദ്ധചാലക ശക്തി കേന്ദ്രമാക്കാൻ ആവശ്യമായതെല്ലാം ചെയ്യുമെന്നും ഇന്നത്തെ ഇന്ത്യ ലോകത്തിന് ആത്മവിശ്വാസം പകരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. 70 വയസ്സും അതിനു മുകളിലും പ്രായമുള്ള രാജ്യത്തെ എല്ലാ പൗരന്മാരെയും ദേശീയ ഇൻഷുറൻസ് പദ്ധതിയായ ആയുഷ്മാൻ ഭാരതിന് കീഴിലാക്കി കേന്ദ്ര സർക്കാരിന്റെ പ്രഖ്യാപനം. 70 വയസ്സും അതിനു മുകളിലും പ്രായമുള്ളവർക്ക് സൗജന്യമായി കുടുംബാടിസ്ഥാനത്തിൽ 5 ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് ഉറപ്പാക്കുന്ന പദ്ധതിക്ക് കേന്ദ്ര മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകി. UK-യിൽ കൺസർവേറ്റീവ് പാർട്ടിയുടെ ലീഡർ സ്ഥാനത്തേക്കുള്ള മത്സരത്തിൽ നിന്നും മുൻ വർക്ക് ആൻഡ് പെൻഷൻ സെക്രട്ടറി മെൽ സ്ട്രൈഡും പുറത്തായി. ചൊവ്വാഴ്ച നടന്ന MP-മാർക്കിടയിലെ 2ാം ഘട്ട വോട്ടെടുപ്പിൽ കേവലം 16 വോട്ടുകൾ മാത്രം നേടി അവസാന സ്ഥാനത്തെത്തിയതോടെയാണ് മത്സരത്തിൽ നിന്നും മുൻ മന്ത്രി പുറത്തായത്. ഇന്ത്യൻ വംശജയായ പ്രീതി പട്ടേൽ 14 വോട്ട് മാത്രം നേടി ആദ്യ റൗണ്ടിൽ തന്നെ പുറത്തായി. US പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് ആഴ്ചകൾ ബാക്കി നിൽക്കെ സ്ഥാനാർത്ഥികൾ മുഖാമുഖം നിന്ന സംവാദത്തിൽ റിപ്പബ്ലിക്കൻ പ്രതിനിധി ഡൊണാൾഡ് ട്രംപിനെ പ്രതിരോധത്തിലാക്കി ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥി കമല ഹാരിസ്. ഫിലാഡൽഫിയയിൽ ചൊവ്വാഴ്ച 1.5 മണിക്കൂർ ദൈർഘ്യമുള്ള ടെലിവിഷൻ സംവാദത്തിലാണ് കൃത്യമായ വാക്കുകളും ശരീരഭാഷയുമായി ഇന്ത്യൻ വംശജ മേൽക്കൈ നേടിയത്. ഗാസയും യുക്രൈനും കുടിയേറ്റവും അടക്കം വിവിധ വിഷയങ്ങളിൽ നിലപാടറിയിച്ചും പരസ്പരം കുറ്റപ്പെടുത്തിയും സംവാദം പുരോഗമിച്ചു. സ്കോട്ട്ലൻഡിന് പിന്നാലെ ഇംഗ്ലണ്ടിനെതിരെയും തകർപ്പൻ ഫോമിൽ കത്തിക്കയറിയ ദ്രാവിസ് ഹെഡിന്റെ കരുത്തിൽ ഓസ്ട്രേലിയക്ക് 1ാം 2020-ൽ 28 റൺസിന്റെ ജയം. കേവലം 19 പന്തിൽ അർദ്ധ സെഞ്ചുറി കണ്ടെത്തിയ ഹെഡ് 23 പന്തിൽ 59 റൺസ് നേടിയാണ് കളിയിലെ താരമാണ്. ഇതോടെ ഇന്നത്തെ 10 പ്രധാന വാർത്തകൾ ഇവിടെ പോകുന്നു. ആനന്ദ് TV മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സൗജന്യമായി ആസ്വദിക്കും.